വയനാട് ചൂരൽമലയിലെ ദുരന്തം മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദുരന്തം തന്നെയാണ്. ഒരു രാത്രി വെളുത്തപ്പോഴേക്കും ഒരു വലിയ മലയും ഒരു ഗ്രാമവും ഒക്കെ ഇല്ലാതെയാകുന്ന സ്ഥിതിവിശേഷം. കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നു, ബന്ധുമിത്രാദികൾ ഇല്ലാതെയാകുന്നു. അങ്ങനെ വേണ്ടപ്പെട്ടവരും ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിച്ച് അവരുടെ മരണത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർ ക്യാമ്പുകളിലേക്ക് നടന്നു നീക്കി. വയനാട് ചൂരൽമല ദുരന്തത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി നൽകുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ പോകുന്നു എന്ന ഒരു ആക്ഷേപം കാര്യമായ രീതിയിൽ ഉയർന്നു. വയനാടിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ വലിയ സമരങ്ങളും ഹർത്താലുകളും നടത്തുന്നു. സർക്കാർ ഇതൊരു വലിയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം കേരളത്തിൽ നിന്ന് കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന തരത്തിലേക്ക് അഭിപ്രായം തിരിച്ചു പറയുന്നു. അങ്ങനെ കേന്ദ്രവും കേരളവും ഒക്കെ കൂടി തട്ടിക്കളിക്കുന്ന ഒരു പന്തായി മാറുകയാണോ വയനാട് എന്ന ചോദ്യം ഉയർത്തുന്നു കോൺഗ്രസ്. അങ്ങനെ മൂന്ന് പാർട്ടികളും ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങൾ തട്ടിക്കളിക്കുകയാണോ എന്ന ഒരു ആക്ഷേപം ജനങ്ങൾ ഉയർത്തുന്നു. അപ്പോഴാണ് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധി മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് ഉണ്ടായിരുന്നു. കാരണം അത്രമേൽ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി. കന്നി മത്സരമായി വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ സഹോദരി, രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന മണ്ഡലം, കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന ജില്ല എന്ന അടിസ്ഥാനത്തിലൊക്കെ കണക്കാക്കുമ്പോൾ വയനാട് കൃത്യമായ രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ എം പി ആക്കുമെന്ന് കോൺഗ്രസുകാർക്ക് ഉറപ്പായിരുന്നു. അവിടെ അത്ര വലിയ മത്സരം ഒന്നും തന്നെ നടന്നില്ല. എന്നാൽ 5 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന്റെ വിജയം എന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞപ്പോൾ 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് അണികളും പ്രവർത്തകരും വയനാടൻ ജനതയും ഒക്കെ നൽകിയത്. അതായത് അവിടുത്തെ പോളിംഗ് വളരെ കുറഞ്ഞിരുന്നു. 64% മാത്രമായിരുന്നു പോളിംഗ് നടന്നത്. അങ്ങനെ പോളിംഗിൽ ഇടിമുണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് ഈ ചൂരൽമല ദുരന്തവും ഉപതെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്കുള്ള വിയോജിപ്പും ഒക്കെയായിരുന്നു. അങ്ങനെ പ്രിയങ്ക ഗാന്ധി വിജയിക്കുന്നു. 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും ഒക്കെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാടിന്റെ ദുരന്തത്തെ ഞാൻ മനസ്സിലാക്കുന്നു, വയനാടൻ ജനതയുടെ കണ്ണീര് ഞാൻ മനസ്സിലാക്കുന്നു, വയനാട് ജനതയ്ക്കൊപ്പം ഞാൻ ഒരു MP എന്ന രീതിയിലും വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന രീതിയിലൊക്കെ നിൽക്കുമെന്ന് അവർ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനത്തിന് ഉറപ്പ് നൽകുന്ന രീതിയിലേക്കുള്ള ചില നീക്കങ്ങളാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുടൻ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാടിന് നൽകിയ ഉറപ്പ് പാലിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു ദുരന്തമായി തന്നെ വയനാട്ടിലെ ദുരന്തത്തെ കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി അമിത്ഷായോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ 2219 കോടി രൂപ അന്തർമന്ത്രാലയ സമിതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നൽകണമെന്നുള്ളതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ആവശ്യം. അതിൽ 2000 കോടിയോളം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഈ ദുരന്തത്തോടു കൂടി വയനാട്ടിൽ. ആ ദുരന്തം നമുക്ക് ആ നഷ്ടം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അത് കുറച്ചുകൂടി കാര്യമായി പരിഗണിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി അമിത്ഷായോട് ആവശ്യപ്പെട്ടു. അതിൽ അമിത്ഷായെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എംപിമാരെയും കേരളത്തിൽ നിന്ന് വിജയിച്ച ഇടതുപക്ഷ MP ആയ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും എംപിമാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി അമിത്ഷായുമായുള്ള സന്ദർശനത്തിന് എത്തിയത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും 783 കോടി രൂപ ദുരന്ത നിവാരണത്തിനായി നൽകുമെന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടിരിക്കുന്നത്. 783 കോടി രൂപ ആവശ്യപ്പെട്ടതിൽ 153 കോടി രൂപ നവംബർ 16 അനുവദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ദുരന്തത്തിൽ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളുടെ നീക്കാനും അതുപോലെ വ്യോമസേനയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള തുക നൽകുവാനും ഒക്കെ കൂടിയാണ് ഈ തുക അത്യാവശ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 ജൂലൈ 30 ചൂരൽമലയിൽ ദുരന്തമുണ്ടാകുന്നത്. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ നീക്കുപോക്കുകളൊന്നും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നല്ല. ഇപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.